ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്നത് ഒരു തക്കാളിയും മുരിങ്ങയ്ക്കായും പച്ചമുളകും കൂടെ പച്ചക്കരച്ചൊരു ഒഴിച്ച് കറി. ഒഴിച്ച് കറി എന്ന് പറഞ്ഞാൽ കറിയായിട്ടല്ല, കുറച്ചൊരു കുഴമ്പ് പരുവത്തിൽ. ചട്ടി വെച്ചു, വെള്ളം ഒഴിച്ചു. കഷ്ണങ്ങളെന്ന് പറയുന്നത് പച്ചമുളക്, തക്കാളിക്ക, മുരിങ്ങയ്ക്ക. അപ്പം ഞാൻ ഈ കഷ്ണങ്ങളെല്ലാം വെള്ളത്തിലേക്ക് ഇടുന്നു. ഇതിനെ പച്ചത്തീയലെന്ന് പറയും. പണ്ട് തൊട്ടേ ഇതെല്ലാവരും, ഇപ്പോൾ ഇതൊന്നും ആരും വെക്കത്തില്ലായിരിക്കും, അറിയാൻ വയ്യേണ്ടതാണ്. എന്നിട്ട് ലേശം ഉപ്പിടുന്നു, ലേശം മഞ്ഞൾപ്പൊടി ഇടുന്നു. എന്നിട്ട് നമ്മളിതിനെ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നു. ഇനി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിച്ച് ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പം തക്കാളിയും മുരിങ്ങയ്ക്കായും പച്ചമുളകും കൂടെ വേവുമ്പോഴത്തേക്കിന് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാൻ ഒരു ശകലം തേങ്ങായെ, ഒരു കൊച്ചുള്ളി, ഒരു 1-2 കൊച്ചുള്ളി, ഒരു ശകലം മല്ലിപ്പൊടി, ഒരു ശകലം മുളക് പൊടി. പച്ചമുളക് നമ്മളിട്ടാൽ തന്നെയല്ല, ഈ കറിക്കുണ്ടല്ലോ മുളക് പൊടി കുറച്ച്, വളരെ കുറച്ച് മതി. പച്ചമുളകിൻ്റെ എരിയാണ് അതിന് ചേരുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അപ്പം ഞാൻ ആ മസാലയെല്ലാം കൂടെ മിക്സിയിലോട്ടൊന്നിട്ട് ഇതങ്ങ് ഒരുപാട് അങ്ങ് അരയരുത്. എന്നാൽ അവിയലിനെയും തോരനെയൊക്കെ കാട്ടിൽ ഒഴിച്ച് കറിയല്ലയോ, കുറച്ചൊരു മുന്നോട്ടൊന്ന് അരഞ്ഞ് നിൽക്കണം. നേരച്ചങ്ങ് ഒരുപാടങ്ങ് കിടന്നങ്ങ് അരയരുത്. അപ്പോൾ ആ പരുവത്തിൽ അരച്ചെടുക്കാം. നമ്മുടെ കഷ്ണം എല്ലാം വെന്തിരിക്കുന്നു കണ്ടോ. മുരിങ്ങയ്ക്കായും പച്ചമുളകും, തക്കാളിക്കായും ഒന്നും കാണാനേ ഇല്ല, ഇഹലോകവാസം വെടിഞ്ഞ് തക്കാളിക്ക കണ്ടോ. അപ്പോൾ ഇനി നമ്മൾ അരച്ച അരപ്പ് ഇതിനകത്തോട്ട് ഇടുന്നു. അപ്പോൾ അരപ്പെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതങ്ങ് ഒരുപാട് വടുക അരയ്ക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് ചെറിയ തരികരി പോലെ കാണുന്നില്ലേ, ഇങ്ങനെ ഇത് അരച്ചെടുക്കാവും. അപ്പം ഞാൻ ഈ അരപ്പ് ഇതിലേക്ക് വിക്ഷേപിക്കുന്നു. ഒന്നിളക്കി യോജിപ്പിച്ച് വെക്കുന്നു. തിളപ്പിക്കത്തില്ല അങ്ങ് ഒരുപാട്, ഒരു കുറുക്കം പരുവത്തിൽ. നമ്മൾ കടുക് വറക്കാൻ പോവാം. കടുകിട്ടു, ചടപടാ പൊട്ടാൻ തുടങ്ങി. ഇനി നമ്മൾ ഉള്ളി ഇടുന്നു, മുളകിടുന്നു, കരിയാപ്പില. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് പരിവാക്കിയിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിക്കും. കറി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കും. ഇതിൻ്റെ കൂടെ ഒരു മോര് കറിയോ ഒരു പരിപ്പ് കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ, ഒരു പപ്പടവും ഇച്ചിരി അച്ചാറും ഒക്കെ ഉണ്ട്, കൂടി സുഖമാണ് ചോറുണ്ണാൻ. ഇതും ഒരു പഴയകാല കറിയാണ്. ഇപ്പോഴും വെക്കുന്നുണ്ടായിരിക്കും എല്ലാവരും, ഞാൻ വെക്കും മിക്കവാറും. കടുവെല്ലാം മൂത്തു. ഇത് നമ്മൾ കറിയിലേക്കിടുന്നു. കറിയിലേക്കിട്ട് ഒന്നിളക്കി കറി വീണ്ടും ഒന്ന് ചൂടാക്കും. അങ്ങനെ നമ്മുടെ തക്കാളി പച്ചമുളക് മുരിങ്ങയ്ക്ക കറി റെഡിയായി. എൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഒഴിച്ച് കറികളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ കേട്ടോ.